ലീഗ് വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് 2-3 വാർത്തകൾ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലീഗിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ സംശയം, ഇപ്പോൾ പുതിയ സതീശനെക്കുറിച്ച് വന്ന ചില റിപ്പോർട്ടുകൾ, കർണാടകയിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരനായ ആരോപണം ഉന്നയിക്കപ്പെട്ട റെജി, അതുപോലെ ഫറൂഖ്, NDA നേതാവ് ഫറൂഖ്, മറ്റ് അദാനി ഗ്രൂപ്പിൻ്റെ പ്രസിഡൻറ്റുമാരായിട്ടുള്ള ആളുകൾ, അപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ള ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? ലീഗ് അതിനെക്കുറിച്ച് വല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയെ ലീഗ് സപ്പോർട്ട് ചെയ്യുമോ? ഇതൊക്കെ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ലീഗ് എപ്പോഴും ഒരു BJP വിരുദ്ധ നയം സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഒരു കമ്മ്യൂണൽ പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു നിലപാടായിരുന്നു എല്ലാ കാലത്തും. പക്ഷേ ലീഗിൻ്റെ പേര് മുസ്ലിം ലീഗ് ആണ് എന്നുണ്ടെങ്കിലും അവർ വളരെ ഇതുവരെയും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ഒരു കമ്മ്യൂണൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ ചെയ്തതായിട്ട് നമുക്ക് റെക്കോർഡിക്കലി നമുക്കൊന്നും പറയാനായിട്ടുള്ള കാര്യങ്ങളില്ല. അപ്പോൾ അവൾ എപ്പോഴും ഒരു സെക്കുലർ മനോഭാവത്തിലുള്ള, വളരെ ശക്തമായ ഒരു സെക്കുലർ മനോഭാവത്തിലുള്ള ഒരു ബോഡിയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു സംവിധാനം എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്വാഭാവിക സംശയമാണ്. അത് ഒന്ന് ക്ലാരിറ്റി വരുത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പിന്നെയുള്ളൊരു ചോദ്യം, മാത്യു കുഴൽനാടനുമായിട്ട് സംസാരിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ച് ലീഗിൻ്റെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി എന്നൊക്കെ കേൾക്കുകയുണ്ടായി. പക്ഷേ ഞാൻ അതിലും ആരുടെയും ബൈറ്റ് കണ്ടിട്ടില്ല. ലീഗിൻ്റെ ഒഫീഷ്യൽ ആളുകളുടെ ഒരു ബൈറ്റ് കണ്ടിട്ടില്ല. കോൺഗ്രസ് UDF സംവിധാനത്തിനാണ് ഇത് ഡിസ്കസ് ചെയ്യണത്. അല്ലാതെ ഒരു പാർട്ടിയുടെ നേതാക്കളെ വിളിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാവണം എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ്സിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഒരു കോൺഗ്രസ് സംവിധാനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. കോൺഗ്രസിൻ്റെ നിയമകക്ഷി നേതാവ് അദ്ദേഹമായിരിക്കും ഒന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരിക. ഇതാണ് ഒരു